കോപ്പറേറ്റീവ് ഡിറ്റക്റ്റന്റ് കമ്പനി ബോർഡുകൾ കോർപ്പറേഷൻ അക്കൗണ്ടന്റ് 2022 മുൻവർഷ ചോദ്യപേപ്പർ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പനി കോർപ്പറേഷൻ ബോർഡ് അക്കൗണ്ടന്റ് പരീക്ഷ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് അവസാനം 2022 PSC നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ആദ്യമേ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. ക്ലാസുകൾ KFC അസിസ്റ്റന്റ് സിലബസ് പ്രകാരമുള്ള ക്ലാസുകൾ തുടരും. ക്ലാസുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യൻസ് നോക്കാം. ദി സെൻട്രലൈസ്ഡ് വെബ് ബേസ്ഡ് കംപ്ലൈൻസ് റിഡ്രസൽ സിസ്റ്റം ഓഫ് SEBI ഈസ് നോൺ ആസ് സ്കോസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, SAT, SIFO. 61ന്റെ ആൻസർ ആദ്യമേ പറയുന്നു, എന്നിട്ട് ഓരോ ഓപ്ഷൻസ് നോക്കാം. 61ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് സ്കോസ് അതിനൊരു ഫുൾ ഫോം ഉണ്ട്. അത് അറിഞ്ഞിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യായിരുന്നു. നോക്കാം. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡിന്റെ അതായത് SEBI കംപ്ലൈന്റ് റിഡ്രസൽ സിസ്റ്റം ഇതിന്റെ ഷോർട്ട് ഫോം ആണ് സ്കോസ് എന്ന് പറഞ്ഞാൽ SEBI കംപ്ലൈന്റ് റിഡ്രസൽ സിസ്റ്റം. അതായത് SEBIയുടെ സെൻട്രലൈസ്ഡ് വെബ് ബേസ്ഡ് ഗ്രീവൻസ് റിഡ്രസൽ പ്ലാറ്റ്ഫോം ആണ് ഈ പറയുന്ന സ്കോസ്. ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആർക്കെതിരെ, ലിസ്റ്റഡ് കമ്പനികൾക്കെതിരെയോ അല്ലെങ്കിൽ ഇന്റർമീഡിയറികൾക്ക് എതിരെയോ വരികയാണെങ്കിൽ, മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർക്കൊക്കെ എതിരെ കംപ്ലൈന്റ് വരികയാണെങ്കിൽ പരാതി നൽകേണ്ട പ്ലാറ്റ്ഫോമാണ് SEBI കംപ്ലൈൻസ് റിഡ്രസൽ സിസ്റ്റം എന്ന സ്കോസ്. മറ്റു ഓപ്ഷനുകൾ നോക്കേണ്ടതില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് ആണ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. SAT ആദ്യമേ പറയാം, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വരാനുണ്ട്. സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ്. ഈ അപ്പലേറ്റ് ജുഡീഷ്യൽ ബോഡിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് SEBIയുടെയോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയോ ഒക്കെ ഓർഡറുകൾ ഉണ്ടാവും, ഉത്തരവുകൾ ഉണ്ടാവും. അവയ്ക്കെതിരെ പരാതി പോകണമെങ്കിൽ, അവർക്കെതിരെ അപ്പീൽ നൽകണമെങ്കിൽ പോവേണ്ട സ്ഥലമാണ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന SAT. SIFOക്ക് ഇവിടെ റെലവൻസും ഇല്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏഞ്ചൽ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ ബാങ്ക്സ്, ഹോസ്പിറ്റൽസ്, സ്റ്റാർട്ടപ്പ് ബിസിനസ്, നൺ ഓഫ് ദി എബോവ്. 62 ഓപ്ഷൻ സി ആണ്, സ്റ്റാർട്ടപ്പ് ആണ്, സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണ് യഥാർത്ഥ ആൻസർ. ഏഞ്ചൽ ഫണ്ടിനെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാറുണ്ട്. ഒരു ഏർലി സ്റ്റേജ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് നൽകുക അല്ലെങ്കിൽ സീഡ് ക്യാപിറ്റൽ എന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഒരു ഫണ്ടിങ് സിസ്റ്റമാണ് ഏഞ്ചൽ ഫണ്ട് അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ. ഇവര് ഫണ്ടും ഒരു പക്ഷേ മെന്റർഷിപ്പും പ്രൊവൈഡ് ചെയ്തേക്കാം, പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ന്യൂ വെഞ്ചേഴ്സിന് വേണ്ടിയിട്ട്. ഒരു സീഡ് ക്യാപിറ്റൽ സോഴ്സ് ആയിട്ട് വെഞ്ചേഴ്സ് ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഏഞ്ചൽ ഫണ്ട് അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇവർ സ്റ്റാർട്ടപ്പുകൾക്കാണ് ഫണ്ട് ചെയ്യുക. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജ് ആണ്. ഒരു പക്ഷേ വളർന്ന് പന്തലിക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. ചെറിയ ഫണ്ടിങ്ങിലൂടെ വലിയ റിട്ടേൺ കരസ്ഥമാക്കാൻ പറ്റും. മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞ് ഇത്തരക്കാർക്ക് ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ കണ്ടാൽ അവർക്ക് അറിയാം അതിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടാവുമെന്ന്. സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് കണ്ടെത്താനുള്ള നല്ലൊരു മാർഗം കൂടിയാണ് ഏഞ്ചൽ ഫണ്ട് അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. മറ്റുള്ള ഓപ്ഷനുകൾ അത്ര റെലവെന്റ് അല്ല. ബാങ്ക്, ഹോസ്പിറ്റൽ. 63 A company may issue bonus share to its members out of its free reserve, securities premium account, the capital redemption reserve account. ഇത് വെച്ചിട്ടാണ് ഏതെല്ലാം ശരിയാണ് ഏതെല്ലാം തെറ്റ് എന്ന രൂപത്തിലാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. തന്നിരിക്കുന്ന 3 പോയിന്റും അതിൽ നിന്നെല്ലാം കമ്പനികൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ 3 പോയിന്റ് ആൾ ഓഫ് ദി എബോവ് എന്ന 63ന്റെ ഓപ്ഷൻ ഡി ഓപ്ഷൻ ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ. ഫ്രീ റിസർവ് ആണെങ്കിലും സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഇവയിൽ നിന്നെല്ലാം കമ്പനികൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഫ്രീ റിസർവ് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ദാറ്റ് ഹാവ് നോട്ട് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എ ഡിവിഡൻസ്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ
ഇത് ക്രിയേറ്റ് ചെയ്യൽ കമ്പനി അവർ ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ എക്സസ് എമൗണ്ട് എന്ത് ചെയ്യും, ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിസർവ് ക്രിയേറ്റഡ് വെൻ എ കമ്പനി റെഡീം ഇറ്റ്സ് പ്രിഫറൻസ് ഷെയർ ഓർ ഡിബെഞ്ചർ. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഇവയെല്ലാം. ഇത് എടുത്തിട്ട് മാത്രമേ കമ്പനികൾക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ബോണസ് ഷെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ക്യാഷ് ഔട്ട്ലേ ഉണ്ടാവില്ല. ഷെയറുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും എങ്കിലും പക്ഷേ ഓണർഷിപ്പിൽ ആ പ്രൊപ്പോർഷനിൽ റേഷ്യോയിൽ മാറ്റം ഉണ്ടാവില്ല. പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. ഡിവിഡൻഡിന് പകരമായിട്ടുള്ള രീതിയുമാണ്. ആൾട്ടർനേറ്റീവ് ടു ദി ഡിവിഡൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് correct as per the Companies Act 2013? A public company can issue right shares and bonus shares. A private company can issue right shares and bonus shares. ഈ രണ്ട് സെന്റൻസ് വെച്ചിട്ടുള്ള ഓപ്ഷൻസ് തന്നത് ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. 64 ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് രണ്ടും എന്താണ്, രണ്ട് സെന്റൻസും കറക്റ്റ് ആണ്. ബോത്ത് 1, 2 ആർ കറക്റ്റ്. അതായത് ഒരു പബ്ലിക് കമ്പനിക്കാണെങ്കിലും പ്രൈവറ്റ് കമ്പനിക്കാണെങ്കിലും റൈറ്റ് ഷെയർസ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് നൽകുമ്പോൾ റൈറ്റ് ഷെയർ എന്ന് പറയാം. മാത്രമല്ല ബോണസ് ഷെയർ ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ റിസർവ് എന്ത് ചെയ്യാണ്, ക്യാപിറ്റലൈസ് ചെയ്യാണ്. ഇനി ബോണസ് ഷെയർ ആണെങ്കിലും റൈറ്റ് ഷെയർ ആണെങ്കിലും ഇഷ്യൂ ചെയ്യൽ കമ്പനി ആക്ടിന്റെ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് മെമ്പേഴ്സിന്റെ കൺസെന്റ് റെസല്യൂഷൻ ഒക്കെ പാസ്സാക്കിയിട്ട് മറ്റുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ശരിയാക്കിയിട്ട് ഈ ഇരു കൂട്ടർക്കും പ്രൈവറ്റ് കമ്പനിക്കും ഇഷ്യൂ ചെയ്യാം, പബ്ലിക് കമ്പനിക്കും മുകളിൽ പറഞ്ഞ പോലെ റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഷെയർ ഇഷ്യൂ ഷെയർ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അത് പബ്ലിക് പ്രൈവറ്റ് എന്ന വ്യത്യാസം അതിലില്ല. ഒരു വ്യത്യാസം എന്താ വെച്ചാൽ പബ്ലിക് കമ്പനി പബ്ലിക്കിനായിരിക്കും ഇഷ്യൂ ചെയ്യുക, പ്രൈവറ്റ് കമ്പനി ഇഷ്യൂ ചെയ്യൽ എന്തായിരിക്കും, എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ആയിരിക്കും, നോട്ട് ദി പബ്ലിക്. പക്ഷേ ഒരു കൂട്ടർക്കും രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. 65 when the following statement are correct, financial asset are intangible asset which are expected to provide future benefit in the form of claim of future cash. ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ കറക്റ്റ് ആണെന്ന് ചോദിച്ചത് സെന്റൻസ് ഇപ്പൊ തന്നെ പറഞ്ഞു പോകാം. തന്ന സെന്റൻസ് കറക്റ്റ് ആണ്. പിന്നെ അസറ്റ് പറഞ്ഞാൽ ഇൻടാൻജിബിൾ അസറ്റ് ആണ്. ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റുകൾ ഇവയൊക്കെ എന്താണ്, ഇൻടാൻജിബിൾ അസറ്റ് തന്നെയാണ്. പിന്നെ വിച്ച് ആർ എക്സ്പെക്ടഡ് ടു പ്രൊവൈഡ് ഫ്യൂച്ചർ ബെനിഫിറ്റ് ഇൻ ദ ഫോം ഓഫ് ക്ലെയിം ടു ഫ്യൂച്ചർ ക്യാഷ്. തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും, ഒരു എന്താ പറയാ ഫ്യൂച്ചർ ക്യാഷ് ബെനിഫിറ്റിന്റെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. രണ്ടാം സെന്റൻസ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഓർഗനൈസ്ഡ് ഉണ്ട്. ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ റെഗുലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്, NBFC, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ എന്താണ്, ഓർഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അൺഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട്. കാരണം ഇൻഡിജീനിയസ് ബാങ്ക്സ്, മണി ലെൻഡേഴ്സ്, ചിറ്റ് ഫണ്ട്സ് ഇതൊക്കെ എന്താണ്, അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. അപ്പൊ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ രണ്ടും ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസും ശരി തന്നെയാണ്. 3 മണി മാർക്കറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു നെയ്മലി പ്രൈമറി സെഗ്മെന്റ് ആൻഡ് സെക്കൻഡറി സെഗ്മെന്റ്. മണി മാർക്കറ്റിന് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. പ്രൈമറി മാർക്കറ്റ്, ഈ സെക്കൻഡറി മാർക്കറ്റ് എന്നത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ എന്താ പറയാ ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ അതൊരു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ക്ലാസിക്കൽ വേ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അത് ഒരിക്കലും പ്രൈമറി മാർക്കറ്റിൽ അത് വരില്ല. പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ പറയാറ് എന്താണ്, ബിലോ 1 ഇയർ, സോറി മണി മാർക്കറ്റിൽ നമ്മൾ പറയാറ് അതിന് ഒരു സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ. ബിലോ 1 ഇയർ ഇൻസ്ട്രുമെന്റുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റും കൂടിയാണിത് മണി മാർക്കറ്റ്. 66 ക്വസ്റ്റ്യൻ നോക്കാം. കൊമേഴ്സ്യൽ ബാങ്ക് കളക്ട് ചെക്സ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബിൽസ്
എക്സെട്ര ഓൺ ബിഹാഫ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ് ആസ് പാർട്ട് ഓഫ്. ഈ പറഞ്ഞ സംഗതികൾ ഏജൻസി സർവീസ് ആണോ, ജനറൽ യൂട്ടിലിറ്റി സർവീസ് ആണോ, പ്രൈമറി ഫങ്ഷൻസ് ആണോ, അഡ്വാൻസിങ് ലോൺസ് ആണോ? എയും ബിയും ഓപ്ഷനിൽ മാത്രമേ ഡൗട്ട് ഉണ്ടാവുള്ളൂ, മറ്റുള്ള ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. 66ന്റെ ആൻസർ പറയാണ് ഓപ്ഷൻ എ ആണ് ഏജൻസി സർവീസ്. അതായത് കളക്ഷൻ ഓഫ് ചെക്ക്, ഡ്രാഫ്റ്റ്, ബിൽസ്, കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ക്ലാസിക്കൽ ഏജൻസി സർവീസിന് എക്സാമ്പിളാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക്. മറ്റുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ജനറൽ യൂട്ടിലിറ്റി സർവീസ് എന്നത് കുറച്ചൊരു ബ്രോഡർ ടേം ആണ്. ബാങ്കുകൾ ഓപ്പൺ ആയിട്ട് കസ്റ്റമേഴ്സിന് അല്ലാത്തവർക്കും ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ ബാങ്ക് ലോക്കർ ഫെസിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ജനറൽ യൂട്ടിലിറ്റി സർവീസിന്റെ ഭാഗമായിട്ട് വന്നേക്കാം. പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡിങ് ലോൺ എന്നും, അഡ്വാൻസ് ലോൺസ് റെലവൻ്റ് അല്ല, അതും ലോണിന്റെ ഭാഗമാണ്. 67 demutualization is the process by which member owned organization can become a shareholder company. Demutualization is the term which is related to. Demutualization എന്താണെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതായത് demutualization is the process where a member owned organization, മെമ്പേഴ്സ് ഭരിച്ചിരുന്ന ഒരു ഓർഗനൈസേഷൻ, അതൊരു പഴയ സ്റ്റൈൽ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് രീതിയാണ് മെമ്പേഴ്സ് റൺ ചെയ്യുക. അതെന്തായി മാറുകയാണ്? കൺവേർട്ടിങ് ടു ഷെയർ ഹോൾഡർ ഓൺഡ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ട് ഷെയർ ഹോൾഡർ ഓൺഡ് രീതിയിലേക്ക്, കമ്പനിയിലേക്ക് അത് മാറ്റം വരികയാണ്. ഈ ടേം പൊതുവെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കാണ് ഉപയോഗിക്കാറ്. പൊതുവെ പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ ആദ്യ കാലങ്ങളിൽ മെമ്പർ ഓൺഡ് ആയിരുന്നു, പിന്നീട് അത് എന്ത് ചെയ്യും, ഷെയർ ഹോൾഡർ ഓൺഷിപ്പിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഡീമ്യൂട്ടിലൈസേഷൻ. ഡീമ്യൂട്ടിലൈസേഷൻ അതുകൊണ്ട് തന്നെ പൊതുവെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കാണ് ഉപയോഗിക്കാറ് ആ പേര്. മറ്റുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഷെയർസ് ഇവിടെ റെലവൻ്റ് അല്ല, ബാങ്ക്സ് റെലവൻ്റ് അല്ല, മ്യൂച്വൽ ഫണ്ടും ഒന്നൊക്കെ ഈ ആൻസറുമായിട്ട് യാതൊരു ബന്ധമല്ല. 68 നോക്കാം. ഡാഷ് as a tool which helps to curb excess volatility in stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എക്സസ് വോളറ്റിലിറ്റി, പരിധി വിട്ടുള്ള വോളറ്റൈൽ പ്രൈസ് ചേഞ്ച് വരികയാണെങ്കിൽ, ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള പ്രൈസ് ചേഞ്ച് വരികയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ടൂളിന്റെ പേരെന്താണെന്ന ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണോ, NSCCL ആണോ, സ്കോർസ് ആണോ, BSE ആണോ? ഓപ്ഷനിൽ NSCCL നമുക്ക് ആദ്യമേ അറിയാം, അത് നാഷണൽ സെക്യൂരിറ്റി ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണെന്ന്. അപ്പൊ അതിലേക്ക് ആൻസർ പോകില്ല. BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, അതിലേക്കും ആൻസർ പോകില്ല. ഏഷ്യയിലെ, ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്ചേഞ്ച് കൂടിയാണ് BSE. പിന്നെ സ്കോർസ് മുമ്പ് സൂചിപ്പിച്ചു, സെബിയുടെ ഒരു വെബ് പോർട്ടലാണ്, കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നൽകാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗ്രീവൻസ് സിസ്റ്റത്തിന്റെ ഭാഗം കൂടിയാണ്. പിന്നെ ഇതിൽ വരേണ്ട ഓപ്ഷന് സർക്യൂട്ട് ബ്രേക്കർ ആണ്. 68 ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്. സർക്യൂട്ട് ബ്രേക്കർ എന്ന് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാം. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ഷെയറിന്റെ വാല്യൂ 100 രൂപയാണെങ്കിൽ അതിന് ഒരു വർക്കിംഗ് ഡേയിൽ അതിന്റെ പ്രൈസ് മൂവ്മെന്റ് ഒരു പരിധിക്ക് അപ്പുറം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കുക. ഇപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ആയിട്ട് 2%, 5%, 20% ഡിപ്പെൻസ്, പല കണ്ടീഷൻസ് ഉണ്ട് എത്ര പെർസെൻറ്റേജ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 5% ആണ് സർക്യൂട്ട് ബ്രേക്കർ എങ്കിൽ 5% അപ്പറും 5% ലോവറിലേക്കും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈസ് മൂവ് ചെയ്യാൻ അത് അനുവദിക്കില്ല. ഇപ്പോൾ 100 രൂപ ഷെയർ ഉള്ള ഒരു ഷെയറിന്റെ വില 100 രൂപയാണെങ്കിൽ അതിന്റെ 5% എന്ന് പറയുമ്പോൾ 105 രൂപയാണ്. അപ്പൊ വില കൂടുമ്പോൾ എന്ത് ചെയ്യും, 105ന്റെ മുകളിലേക്ക് അത് പോവാൻ അനുവദിക്കില്ല. വില കുറയുന്ന സമയത്ത് 95ന്റെ താഴേക്ക് പോകാനും അനുവദിക്കില്ല. അപ്പൊ 105ന്റെ പോയിന്റിനെ പറയുന്ന പേരാണ് അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ UC എന്ന് പറയും. 95ന്റെ പോയിന്റിന് പറയുന്ന പേര് ലോവർ സർക്യൂട്ട് അല്ലെങ്കിൽ LC എന്ന് പറയും. ഈ ലോവർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോവറിലേക്ക് 94ലേക്ക് അത് ആ ദിവസം പോകില്ല, തൊട്ടടുത്ത വർക്കിംഗ് ഡേയിൽ കണ്ടീഷൻസ് വെച്ച് പോയെങ്കിൽ പോകും എന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരു ദിവസത്തെ പരിധിയാണ് ഈ പറഞ്ഞ സർക്യൂട്ട് ബ്രേക്കർ ബ്രേക്ക് ചെയ്യുക.
പിന്നെ ആ ദിവസം അതിനപ്പുറത്തേക്ക് പ്രൈസ് മൂവ് ചെയ്യാൻ അനുവദിക്കില്ല. ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ട് ബ്രേക്കറിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എക്സസീവ് വോളറ്റിലിറ്റി അല്ലെങ്കിൽ പാനിക് ട്രേഡിങ്, പാനിക് സെല്ലിംഗ് ഒക്കെ ഇല്ലാതാക്കാൻ പറ്റും. കാരണം ഇന്ന് ഇത്രേ പോകുള്ളൂ എന്ന് ഇൻവെസ്റ്റേഴ്സിന് അതിനെ അറിയാൻ പറ്റും. അപ്പോൾ വില ഒന്നായിട്ട് ഇടിഞ്ഞു പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ച് വിറ്റ് ഒഴിവാക്കേണ്ടതില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് എന്ത് ചെയ്യുള്ളൂ, കൂടും കുറയും ചെയ്യുള്ളൂ. അതിനാണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന സിസ്റ്റം മാർക്കറ്റിൽ ഉപയോഗിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റഡ് കമ്പനീസ് ക്യാൻ ഫയൽ അപ്പീൽ അഗെയിൻസ്റ്റ് ദി ഓർഡർ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ദി ഡാഷ് ആസ് പെർ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956. ലിസ്റ്റഡ് കമ്പനികൾക്ക് അപ്പീൽ നൽകൽ കമ്പനി സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരം ആർക്ക് എന്നാ ചോദിച്ചത്. ഇതിന്റെ ഒരു ഭാഗം നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ തന്നെ ആൻസർ പറഞ്ഞു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 69 ഓപ്ഷൻസ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന NCLT, പിന്നെ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. 69 ആൻസർ സി ആണ്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ്. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 56 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരം അതിലെ പറഞ്ഞ റൂള് അല്ലെങ്കിൽ അതിന്റെ അഗ്രീഡ് പേഴ്സണ്, അത് ലിസ്റ്റഡ് കമ്പനികൾ പോലും ആവാം അവിടെ അഗ്രി പേഴ്സൺ, അവർക്ക് എന്തെങ്കിലും അപ്പീൽ നൽകണമെങ്കിൽ ഏത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഉത്തരവിനെതിരെ, ഓർഡറിനെതിരെ അല്ലെങ്കിൽ തീരുമാനത്തിനെതിരെ അപ്പീൽ പോകേണ്ട സ്ഥലമാണെന്ത് സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന SAT. മറ്റുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, കോമ്പറ്റീഷൻ ആൻഡ് ട്രസ്റ്റ് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ് NCLAT, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്താണ് കമ്പനിക്ക് അപ്പീൽ നൽകേണ്ട സ്ഥലമാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഇവിടെ എന്തല്ല റെലവൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടതല്ല. 70 നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ഏത് എന്നാണ് ചോദിച്ചത്. നോക്കാം. കമ്പനീസ് ഹാവ് ഒബേ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2030 ഫോർ ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ്. ഇറ്റ് നോട്ട് നെസസറി ഒബേ സെബി റെഗുലേഷൻ ടു ലിസ്റ്റ് ദെയർ ഷെയർസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ പോയിന്റ് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഓപ്ഷൻ തന്നത്. അതായത് കമ്പനി ആക്ട് മാത്രം ഒബേ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ സെബി റെഗുലേഷൻസ് മാത്രം ഫോളോ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ രണ്ടും കൂടെ വേണോ എന്നതിന്റെ ബേസിലാണ് എല്ലാ ഓപ്ഷൻസും വന്നത്. കമ്പനി ഹാവ് ടു ഒബേ സെബി റെഗുലേഷൻ ഓഫ് ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ്. ഇറ്റ്സ് നോട്ട് നെസസറി ടു ഒബേ കമ്പനീസ് ആക്ട് 2013. Companies have to obey both SEBI regulation and Indian Companies Act 2013 to list their shares in stock exchange. തന്ന ക്വസ്റ്റ്യൻസ് പ്രകാരം 70 ആൻസർ ബി ഓപ്ഷൻ ആയ തേർഡ് ഈസ് കറക്റ്റ് ആണ്. അപ്പൊ തന്നിരിക്കുന്നവരിൽ രണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതായത് ലിസ്റ്റിംഗ് ആൻഡ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റിംഗിന്റെ സമയത്ത് കമ്പനികൾ നിർബന്ധമായിട്ടും കമ്പനി ആക്ട് 2030 ഇതിലാണ് കമ്പനി ലോ ക്വാളിഫിക്കേഷൻ ഫയലിങ്സ് ഒക്കെ പറയാം. അതേപോലെ സെബി റെഗുലേഷൻസ് അതിലാണ് ലിസ്റ്റിംഗ് ഒബ്ലിഗേഷനും ഡിസ്ക്ലോഷറും ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഈ രണ്ട് കാര്യങ്ങളും രണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫോളോ ചെയ്യേണ്ടതുണ്ട്, രണ്ടും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതും രണ്ടും എന്താണ് അത്യാവശ്യമായ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 70 ബി ഓപ്ഷൻ ആണ് അവിടുത്തെ ശരിയായ ആൻസർ. 71 കൾച്ചറൽ ഫാക്ടേഴ്സ് കൺസിസ്റ്റ് ഓഫ് കൾച്ചർ, സബ് കൾച്ചർ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണോ സോഷ്യൽ ക്ലാസ് ആണോ രണ്ടും കൂടെയാണോ? എയും ബിയിലും മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. കാരണം 71 യഥാർത്ഥ ആൻസർ ബി ഓപ്ഷൻ ആണ്. അതായത് കൺസ്യൂമർ ബിഹേവിയർ തിയറി അറിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. കൺസ്യൂമർ ബിഹേവിയർ തിയറിയിൽ പറയുന്നുണ്ട് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൾച്ചർ, സബ് കൾച്ചർ ആൻഡ് സോഷ്യൽ ക്ലാസ് എന്നിവയാണെന്ന്. സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നത് ഒരു സോഷ്യൽ ഫാക്ടർ ആണ്, അതൊരിക്കലും എന്തല്ല ഒരു കൾച്ചറൽ ഫാക്ടർ അല്ല. സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, പിയർ ഗ്രൂപ്പ്സ്, ഫാമിലി, ഒപ്പീനിയൻ ലീഡേഴ്സ് ഒക്കെ, അത്തരം ഫാക്ടേഴ്സ് വരിക. പിന്നെ 71 ആൻസർ ബി ഓപ്ഷൻ ആണ്.
72 നോക്കാം. Pick the correct option based on the statement given below. Dimension of product mix are. Product mixന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് മിക്സ് ഡയമെൻഷൻസ് അറിഞ്ഞേ പറ്റുള്ളൂ. നോക്കാം. വിഡ്ത്ത്, ലെങ്ത്, ഡെപ്ത്, കൺസിസ്റ്റൻസി. ഇതിൽ ഏതൊക്കെയാണ് പ്രോഡക്റ്റ് മിക്സിൻ്റെ ഡയമെൻഷൻസ് എന്നാണ് ചോദിച്ചത്. ആൻസർ 72 ഡി ഓപ്ഷനാണ്. ആൾ ഓഫ് ദി അബവ് ആണ്. ഈ പറഞ്ഞതെല്ലാം എന്താണ് പ്രോഡക്റ്റ് മിക്സിൻ്റെ ഡയമെൻഷൻസ് ആണ്. എന്തൊക്കെയാ നോക്കാം. ഒന്ന് വിഡ്ത്ത് ആണ്. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ലൈൻസ്. നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ലൈൻസ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദി മിക്സ്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ വേരിയേഷൻസ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്. ഇപ്പോൾ ഡെപ്ത് എന്ന് പറയുമ്പോൾ മോഡൽ, സൈസ്, ഫ്ലേവർ എന്നിവയിലെല്ലാം വരുന്ന മാറ്റങ്ങളാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഹൗ ക്ലോസ്ലി റിലേറ്റഡ് ദി പ്രൊഡക്റ്റ് ലൈൻസ് ആർ ഇൻ ടേംസ് ഓഫ് യൂസ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ 4 എലമെന്റ് ചേർന്നതാണ് എന്താണ് പ്രൊഡക്റ്റ് മിക്സിന്റെ 72 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 72 ഓപ്ഷൻ ഡി ആണ്. 73 നോക്കാം. 73 ക്വസ്റ്റ്യന് ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെതായ പ്രശ്നങ്ങൾ ആ ഓപ്ഷൻസിലുണ്ട്. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓഡിറ്റിംഗ്. നമുക്ക് ജസ്റ്റ് ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റിങ്ങും എന്തെന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിലൊരു ആൻസറിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ആ ഓപ്ഷൻസിലൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ തിരുത്താൻ നിൽക്കുന്നില്ല. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് നോർമലി എന്താ പറയാ CA ക്വാളിഫൈഡ് ആയ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ് കമ്പനികൾ ആക്ട് പ്രകാരം അത് ചെയ്യാറുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് പേഴ്സൺസ് അതിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഫോറൻസിക് അക്കൗണ്ടൻസ്, ഓഡിറ്റേഴ്സ്, ലോയേഴ്സ്, കൺസൾട്ടൻസ്, ഇവരൊക്കെ ഡിപ്പെൻസ് ആ കേസ് അനുസരിച്ച്. ഒരു സിംഗിൾ സ്റ്റാറ്റുട്ടറി എന്ന് പറഞ്ഞ CA എന്ന രീതിയിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ ആൾ എന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷനെ കാണാൻ കഴിയില്ല. ഈ പറഞ്ഞ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഫഷൻസ് അതിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഓപ്ഷൻസ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഈ പോയിന്റ് മാത്രമാണ് ക്ലിയർ ചെയ്ത് പറയുന്നത്. മറ്റുള്ളത് നോക്കേണ്ടതില്ല. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. 74 മൈനേഴ്സ് ഇൻകം ഈസ് ക്ലബ്ഡ് ടു ഫാദേഴ്സ് ഇൻകം, മദേഴ്സ് ഇൻകം, ഫാദേഴ്സ് ഇൻകം ഓർ മദേഴ്സ് ഇൻകം വിച്ച് ഓർ ഈസ് ഗ്രേറ്റർ. നൺ ഓഫ് ദിസ്. മൈനറുടെ ഇൻകം ആരിലേക്കാണ് ക്ലബ് ചെയ്യാന്നാ ചോദിച്ചത്. 74ന്റെ യഥാർത്ഥ ആൻസർ ഓപ്ഷൻ സി ആണ്. ഫാദേഴ്സ് ഇൻകം ഓർ മദേഴ്സ് ഇൻകം വിച്ച് എവർ ഈസ് ഗ്രേറ്റർ. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ക്ലബിംഗ് ഓഫ് മൈനർ ഇൻകം എന്ന ഏരിയയിൽ ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി പാരൻസ് ഇൻകം എന്ന് പറയുന്നത്. പാരൻസ് ഇൻകം അത് സ്പെസിഫിക്കലി പറയുന്നത് ആരുടെ ഇൻകം ആണോ കൂടുതൽ, അത് ഫാദർ ആവാം അല്ലെങ്കിൽ മദർ ആവാം, അവരിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അത് കൂട്ടിച്ചേർക്കുന്നത്. ഹെൻസ് ദ ഇൻകം ഈസ് ക്ലബ്ഡ് വിത്ത് ദി പാരൻസ് വിത്ത് ഹയർ ഇൻകം. 75 നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സപ്പോർട്ടിംഗ് വൗച്ചർ ഈസ് നീഡഡ് ടു വൗച്ച് ദി റെസിപ്റ്റ്സ് ഫ്രം ബിൽ റെസ്യൂബിൾസ്. ബിൽസ് റെസ്യൂബിൾസ് വൗച്ച് ചെയ്യാൻ താഴെ പറഞ്ഞ ഏത് ഡോക്യുമെന്റ് ആണ് അത്യാവശ്യമായിട്ട് വേണ്ടത്? പ്രീവിയസ് ഇയർ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ആണോ? നമുക്ക് അടിക്കാൻ പറ്റും, ഒന്നിച്ചെന്നെ പറയാൻ പറ്റും. അതൊരിക്കലും അതല്ല വേണ്ടി വരിക. 75ന്റെ ആൻസർ നമുക്ക് നോക്കാം. മറ്റൊരു ഓപ്ഷൻ ലോൺ അഗ്രിമെന്റുകൾ റെലവെന്റ് അല്ല. ഡെപ്റ്റേഴ്സ് എക്സ്പ്ലനേഷൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്റ്റ്സ് അത് റെലവെന്റ് ആണ്. ഓപ്ഷനെയർ നോട്ട്സും എന്തെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല. ബിൽസ് റെസ്യൂബിൾസിന്റെ വൗച്ചിങ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് എക്സ്പ്ലനേഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്റ്റ്സ്. ഇപ്പൊ എന്താണ് ക്യാഷ് തരാനുള്ളവർ പറയാണ്, അവര് ഓതറൈസ്ഡ് ചെയ്ത് പറയണം നമുക്ക് ഇത്ര രൂപ നൽകാനുണ്ട് എന്ന് കൺഫേം ചെയ്ത് പറയുമ്പോൾ ആ ഡോക്യുമെന്റ് തന്നെയാണ് വൗച്ചിങ്ങിനായിട്ട് ബിൽസ് റെസ്യൂബിൾസിന് ഉപയോഗിക്കാവുന്ന ഒരെണ്ണം. അതായത് അവർ കൺഫേം ചെയ്യാണല്ലോ, ഡെപ്റ്റേഴ്സ് കൺഫേം ചെയ്യാണ് ഇത്ര എമൗണ്ട് അവർ ലെജിറ്റിമേറ്റ് ആയിട്ട് എന്താണ് നൽകാനുണ്ട്. അപ്പോൾ ഓഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കൺഫർമേഷന്, ആ എക്സ്പ്ലനേഷന്, ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന
ആ കൺഫർമേഷന് ഒരു സപ്പോർട്ടിംഗ് റെസിപ്റ്റ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് അത് വെച്ചിട്ട് അവർക്ക് എന്താവുന്നതാണ്, ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. 76 നോക്കാം. ഔട്ട് ഓഫ് വിച്ച് ഇൻകം ഡിഡക്ഷൻ ആസ് പെർ സെക്ഷൻ അണ്ടർ സെക്ഷൻ 80G ഈസ് നോട്ട് അലൗഡ്. 80G നോട്ട് അലൗഡ് ആയ ഹെഡ് ഏതാണെന്ന് ചോദിച്ചത് ഇൻകം ഫ്രം സാലറി, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആസ് പെർ അണ്ടർ സെക്ഷൻ 111A, ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. തന്നിരിക്കുന്നതിൽ 76ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A പ്രകാരം എന്താണ് 80G ഡിഡക്ഷൻ നോട്ട് അലൗഡ് ആണ്. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A എന്നത് എന്താ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ അണ്ടർ സെക്ഷൻ 111A എന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് സെർട്ടൈൻ ലിസ്റ്റഡ് ഇക്വിറ്റി ഫണ്ട് വേർ ഷോർട്ട് ടൈം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഈസ് പെയ്ഡ് at the time of transaction are treated as special rate income. The law and official guidance state that deductions under 80C to 80U, അതായത് ചാപ്റ്റർ 4A ഡിഡക്ഷൻസ് ഉണ്ടല്ലോ, 80C to 80U വരെയുള്ളത്, അവ ഒരിക്കലും എന്തല്ല STCG 11A പ്രകാരം അലൗഡ് അല്ല. സെറ്റ് ഓഫ് സി അത് ഡിഡക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നത് ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്. അപ്പോൾ 76ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന്. പിന്നെ 77 ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് സ്റ്റേജ് ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ബീയിങ് ടു ഫാൾ ആൻഡ് പ്രോഫിറ്റ് പീക്ക്. ഇതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിലൊരു സ്റ്റേജ് ആണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് നോക്കിയാൽ സ്റ്റേജ് മനസ്സിലാവേണ്ടതാണ്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് സ്റ്റേജ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ബീയിങ് ടു ഫാൾ ആൻഡ് പ്രോഫിറ്റ് പീക്ക്. By this time, most firms have recovered their development cost and their main property is to increase or retain market share and to enhance profit. Which stage of product life cycle is mentioned here? 77 ഓപ്ഷൻ എ ആണ്, മെച്യൂരിറ്റി സ്റ്റേജ് ആണ്. തന്നിരിക്കുന്ന ക്യാരക്ടർ വെച്ചിട്ട് ബാക്കിയുള്ള സ്റ്റേജിലേക്ക് ഓപ്ഷനിലേക്ക് ഈ ആൻസർ പോകില്ല. അത് എന്താണ് മെച്യൂരിറ്റി സ്റ്റേജ് തന്നെയാണ്. കാരണം പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രകാരം ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ 4 സ്റ്റേജുകൾ ഉണ്ടല്ലോ. ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് എന്താണ്, മെച്യൂരിറ്റി എന്താണ്, അതായത് മെനി ഫേംസ് ഹാവ് പ്രൈസ്, അതായത് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ബീയിങ് ടു ഫാൾ ബട്ട് ആൻഡ് പ്രോഫിറ്റ് പീക്ക്. പ്രോഫിറ്റ് പീക്കിൽ നിൽക്കുകയാണ്, പക്ഷെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ് വരുന്നുണ്ട്. അത് മെച്യൂരിറ്റി സ്റ്റേജിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഫേംസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടുന്നുണ്ട്, കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. അതോട് കൂടിയിട്ട് എന്താവുന്നു, അവരെ സെയിൽസ് കുറയുന്നു. ഡിക്ലൈൻ സ്റ്റേജിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓർഡറിൽ പറയാം. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്, സെയിൽസ് കുറവായിരിക്കും, പ്രൊമോഷൻ കോസ്റ്റുകൾ ഹൈ ആയിരിക്കും, ഡെവലപ്മെന്റ് കോസ്റ്റും ഹൈ ആയിരിക്കും. ഗ്രോത്ത് സ്റ്റേജ് പറയുകയാണെങ്കിൽ തൊട്ടടുത്ത സ്റ്റേജ് ഗ്രോത്ത് സ്റ്റേജ് ആണ്. അതായത് റാപ്പിഡ്ലി ഇൻക്രീസിങ് സെയിൽസ് ഒരു പ്രത്യേകതയാണ്, പ്രോഫിറ്റ് കൂടുന്നു. പ്രൈസ് യൂഷ്വലി ആർ സ്റ്റേബിൾ. അടുത്ത സ്റ്റേജ് മെച്യൂരിറ്റി സ്റ്റേജ് നമുക്ക് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ഡിക്ലൈൻ സ്റ്റേജ് ആണ്. ഈ സമയത്ത് ആകുമ്പോഴേക്കും എന്താവും, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഫാൾ സ്റ്റഡിലി ആൻഡ് ഫേം ബി ടു വിഡ്രോ ദി പ്രൊഡക്റ്റ്. അങ്ങനെ 4 സ്റ്റേജ് PLCന്റെ ഭാഗമായിട്ടുണ്ട്. അതറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. 78 വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഓഡിറ്റിംഗ് വർക്കിംഗ് പേപ്പേഴ്സ്.
ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട സെന്റൻസ് 4 തന്നിട്ടുണ്ട്. അതിൽ നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചത്. 78 നോക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പെർമനന്റ് റെക്കോർഡ് ഫോർ ഫർദർ റെഫറൻസ്. അത് ശരിയായ ആൻസർ ആണ്. ഫർദർ റെഫറൻസിന് പെർമനന്റ് റെക്കോർഡായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 2, ഇറ്റ് ഷോസ് ദ എക്സ്റ്റെന്റ് ഓഫ് അഡ്ഹറൻസ് ടു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. അതും ശരിയാണ്. അതായത് വർക്കിംഗ് പേപ്പർ ഒരു ഡോക്യുമെന്റ് ആണ്. ഓഡിറ്റ് പ്രൊസീജിയറുകൾ, അതിന്റെ കൺക്ലൂഷൻസ്, അതൊക്കെ എന്താ പറയാ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. പിന്നെ ഇറ്റ് പ്രൊവൈഡ് എ മീൻസ് ടു കൺട്രോൾ ദി ഓൺഗോയിങ് ഓഡിറ്റ് വർക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടൂള് കൂടിയാണ് ഇത്. കാരണം സൂപ്പർവൈസ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും ഒക്കെ ഈ ഡോക്യുമെന്റുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ 3 എന്താണ്, ABCയും ശരിയാണ്. തെറ്റായി വരുന്നത് ഇറ്റ്സ് ഓൺലി മെൻഷൻ ദ നെയിം, നാച്ചർ ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി. ഈ സെന്റൻസ് എന്താണ്, തെറ്റാണ്. പിന്നെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണല്ലോ. അത് ഒരു ഓഡിറ്റ് എവിഡൻസിനായിട്ടും പിന്നെ പ്രൊസീജിയേഴ്സ് എന്തെല്ലാം ചെയ്തത് എന്നറിയാനും ഫൈൻഡിങ്സും ഷെഡ്യൂൾസും റീകൺസിലേഷനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കലുണ്ട്. അത് ഒരിക്കലും ഒരു ലിമിറ്റ് വരുന്നില്ല. എന്ത് ലിമിറ്റ്? കമ്പനി ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 78ന്റെ ആൻസർ ഡി ഓപ്ഷൻ തന്നെയാണ്. 79, എ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഡിസ്കണ്ടിന്യൂഡ് ഇൻ ദി പ്രീവിയസ് ഇയർ. 2019-20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ആ വർഷം ചോദിച്ച 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. ദ ബ്രോഡ് ഫോർവേഡ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ഇൻകം ഫ്രം. ഇപ്പൊ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ്, ഇപ്പൊ സ്പെക്കുലേറ്റീവ് അല്ല, ഇപ്പൊ നോർമൽ ബിസിനസ് ആണ്. അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു ഇൻ ദ പ്രീവിയസ് ഇയർ 19-20. ദ ബ്രോഡ് ഫോർവേഡ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ഇൻകം ഫ്രം. ആ ലോസ് പിന്നീടുള്ള വർഷങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഏതുമായിട്ടാണ്? ഇൻകം ഫ്രം സാലറി ആയിട്ടാണോ, സ്പെക്കുലേറ്റീവ് ബിസിനസ് ആണോ, അണ്ടർ എനി ഹെഡ് ഓഫ് ഇൻകം ഫ്രം ബിസിനസ്? ഇതിൽ ഏതിലേക്കാണ് അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ 79ന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് തന്നെയാണ്. ഡി ഓപ്ഷൻ ആണ്. ഇൻകം ഫ്രം ബിസിനസ് ആണ്. അതെങ്ങനെ വന്നത് നോക്കാം. അതായത് ഇപ്പോൾ ഒരു നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ഓർഡിനറി ബിസിനസ് ആണ്. അത് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ഉണ്ടായതല്ല. ആ വേർഡ് കണ്ടാൽ തോന്നുമെങ്കിലും നോൺ സ്പെക്കുലേറ്റീവ് ആണ്. അപ്പൊ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ അല്ല, നോർമൽ ബിസിനസ് ആണ്, ഓർഡിനറി ബിസിനസ് ആണ്. അതിൽ വരുന്ന ലോസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അത് ശരിയാണ്. അത് ഇൻകം ഫ്രം ബിസിനസ് പ്രൊഫഷൻ ഹെഡുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും പിന്നീട് വരുന്ന വർഷങ്ങളിൽ. പിന്നെ അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, അതിന്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മാത്രമല്ല ഇറ്റ് കാനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സാലറി. മറ്റുള്ള ഹെഡുകൾ എന്താ പറയാ, സെറ്റ് ഓഫ് ചെയ്യാനും പാടില്ല. ബിസിനസ് ടു ബിസിനസ് മാത്രമേ പറ്റുള്ളൂ. സോ ദ കറക്റ്റ് എന്താ പറയാ, ഇൻകം ഫ്രം ബിസിനസ് എന്ന ഓപ്ഷൻ തന്നെയാണ് അവിടുത്തെ ശരിയായ ആൻസർ. പിന്നെ മറ്റുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇൻകം ഫ്രം സാലറി എന്ന് പറയുമ്പോൾ ബിസിനസ് ഇൻകം എന്ത് ചെയ്യാൻ പറ്റില്ല, സാലറിയുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുമ്പോൾ ലോസ് ഫ്രം നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് കാനോട്ട് ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് സ്പെക്കുലേറ്റീവ്. അത് ശരിക്കും എന്താണ്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രകാരം സ്പെക്കുലേറ്റീവ് ഇവിടെ ആൻസർ ആയിട്ട് വരാൻ പാടില്ല. പിന്നെ മറ്റുള്ള ഹെഡുകളും അതൊന്നല്ല ഇവിടുത്തെ ആൻസർ. 80 നോക്കാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Among the following, which of these is an example of pull marketing strategy? ഇതേ ക്വസ്റ്റ്യൻ ഇപ്പൊ നടന്ന KFC പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്, കാരണം ഇതേ സിലബസ് അടുത്ത പരീക്ഷയ്ക്കും ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നേക്കാം. പുഷ് സ്ട്രാറ്റജികൾ ക്ലിയർ ചെയ്താൽ അവിടുന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. Which among the following of these an example of pull marketing strategy ആണ്? പുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് എക്സാമ്പിൾ ആണ് ചോദിച്ചത്. അത് ഡയറക്റ്റ് സെല്ലിംഗ് ടു കസ്റ്റമേഴ്സ് ആണോ, മീഡിയ കവറേജ് ആണോ, മെയിൻറ്റെയിനിങ് ആൻഡ് എഫിഷ്യന്റ് സപ്ലൈ ചെയിൻ, ഡയറക്റ്റ് മെയിൽ ആഡ്സ്?
നമുക്ക് എന്താ ആദ്യം ഈ പറഞ്ഞ പുൾ സ്ട്രാറ്റജി എന്ന് നോക്കിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. എന്നിട്ട് ഇതിന്റെ ആൻസർ പറയുകയും ചെയ്യാം. പുൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ കൺസ്യൂമേഴ്സിനെ കൊണ്ട് പുള്ള് ചെയ്യിപ്പിക്കുകയാണ്. അതായത് അവർ ഉൽപ്പന്നം ആവശ്യപ്പെട്ട് സ്റ്റോറിലേക്കാണ് വരുന്നത്. കമ്പനി ഒരു പരിധി വിട്ട് അഡ്വർടൈസ്മെന്റ്, പ്രൊമോഷൻസ്, ഓഫറുകൾ ചെയ്യുന്നു. അത് കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുന്നു. അത് ചോദിച്ച് അന്വേഷിച്ചുകൊണ്ട് സ്റ്റോറിലേക്ക് വരികയാണ് ശരിക്കും ഈ സ്ട്രാറ്റജി ഉദ്ദേശിച്ചത്. അപ്പോഴാണ് സ്റ്റോർ ഉടമകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രേഡേഴ്സ് ഇത് ശ്രദ്ധിക്കുകയും അവർ ഇങ്ങനെ സംഭവം ഉണ്ടോ എന്നതിന്റെ ബേസിൽ പിന്നീട് ഈ കമ്പനിയിലേക്ക് ഈ ഓർഡർ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ കമ്പനി ഇപ്പോൾ ഒരു സാംസങ്ങിന്റെ ഒരു പുതിയ ഫോൺ ഇറക്കുകയാണ്. അവർ നിരന്തരമായിട്ട് TV, യൂട്യൂബ് അഡ്വർടൈസ്മെന്റ് നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയ ക്യാമ്പയിന് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസർ റിവ്യൂസിലൂടെ ഇതിനെക്കുറിച്ച് വ്യാപകമായിട്ട് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഒരുപാട് ഓഫറുകൾ നൽകുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം വളരെ അട്രാക്റ്റീവ് ആണ് ഈ പറയുന്ന കൺസ്യൂമേഴ്സിന്. അവരിത് ശ്രദ്ധിക്കുന്നു. അവര് ഈ പറഞ്ഞ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് അവർ ആ പ്രത്യേക സാംസങ്ങിന്റെ ആ മോഡലിന്റെ പേര് തന്നെ എടുത്തിട്ട് പറഞ്ഞിട്ട് ആവശ്യപ്പെടുകയാണ്. ആ മോഡൽ ഉണ്ടോ, അതുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ആ സമയത്താണ് ഷോപ്പ് ഉടമകൾ അല്ലെങ്കിൽ ഷോപ്പ് ഇവര് എന്ത് ചെയ്യുന്നത്, ഈ കസ്റ്റമേഴ്സിന്റെ ഈ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇത് വല്ലാതെ എൻക്വയറി വരുന്നുണ്ടല്ലോ, കോറി വരുന്നുണ്ടല്ലോ, ഇത് ആവശ്യപ്പെട്ട ആളുകൾ വരുന്നുണ്ട് എന്നതിന്റെ ബേസിൽ കമ്പനിയിലേക്ക് ഓർഡർ ചെയ്യാണ്. അതാണ് ശരിക്കും പുൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിനെ കമ്പനിയിലേക്ക് വലിച്ചെടുക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് എന്നാണെങ്കിൽ ഇതിനെ പറയാം. ഇതാണ് ശരിക്കും പുൾ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി ഇവിടുത്തെ ആൻസർ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്, മീഡിയ കവറേജ് ആണ് ഇവിടുത്തെ പുൾ മാർക്കറ്റിംഗിന്റെ എക്സാമ്പിൾ ആയിട്ട് വരിക. അത് ഒരിക്കലും എന്തായിട്ട് വരില്ല. പുൾ മാർക്കറ്റിംഗ് നമ്മൾ പറഞ്ഞ് മീഡിയ കവറേജ്, അഡ്വർടൈസ്മെന്റ്, മാസ് മീഡിയ, പ്രൊമോഷൻ ിലൂടെ ഒക്കെ എന്ത് ചെയ്യാണ്, കസ്റ്റമേഴ്സിനെ പുള്ളി ചെയ്യിക്കുകയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ടു കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു പുഷ് ടെക്നിക്കാണ്. മറ്റുള്ള ഓപ്ഷനുകളൊന്നും എന്തല്ല, റെലവെന്റ് അല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.